Hi everyone, welcome back to iPlus Training Solutions. So question discussion അടുത്തൊരു ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ 51ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സഹി കഥൻ കോ പഹചാനി. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, 4 സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥ് കെ ശിഷ്യതി. Second one, Kanifnath Gorakhnath ke shishyati. Louis Pa Sarhapad ke shishyati. And നാലാമത്തത് രവിദാസ് രാമാനന്ദ് കെ ശിഷ്യതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒട്ടും തന്നെ ഡൗട്ട് ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ആദ്യകാലിലെ കുറച്ച് വ്യക്തികളും അവരുടെ ഗുരുശിഷ്യ ബന്ധങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കഥ? വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥ് കെ ശിഷ്യതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥിന്റെ ശിഷ്യനാണ്. തിരിച്ചു ചോദിക്കാറുണ്ട്, മത്സ്യേന്ദ്രനാഥ് എന്റെ ശിഷ്യർ ആരാണ്, അല്ലെ, അല്ലെങ്കിൽ ഗുരു ആരാണ്, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ബാക്കിയുള്ളതൊക്കെ തെറ്റായിട്ടുള്ളതാണ്. സോ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. കനിഫ്നാഥ് खनिफा नाद संप्रदाय के प्रसिद्ध नवनाथों में से एक है जो ജലന്ധർ നാഥ് के प्रधान शिष्य माने जाता है. ഖനിഫ്നാഥ് അഥവാ ഖനിപ്പ എന്ന് പറയുന്നത് ജലന്ധർ നാഥിന്റെ ശിഷ്യനാണ്. വേ സിദ്ധ് യോഗേശ്വർ കെ രൂപമേ വിഖ്യാത് ഹെ. അപ്പം സിദ്ധ് യോഗേശ്വർ എന്ന പേരിൽ വിഖ്യാതായിട്ടുള്ള ആളാണ് ഖനിഫ. അതുകൊണ്ട് നോക്കി വെക്കാം കേട്ടോ, സിദ്ധ് യോഗേശ്വർ. ഫൈൻ. और मुख्य रूप से महाराष्ट्र के मंडी में उनकी समाधि है जहां उन्हें पूजनीय माना जाता है. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമാധി മഹാരാഷ്ട്രയിലെ മണ്ഡിയിലുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഹോണർ ചെയ്തിട്ടുള്ളത്. അപ്പം കനിഫ്നാഥിന്റെ ഗുരു ആരാണ്? ജലന്ധർനാഥ് ആണ് കേട്ടോ. ജലന്ധർനാഥ് കൺഹപ്പയുടെയും ഗുരുവാണ്. അതുകൊണ്ട് നോട്ട് ചെയ്യാം. ഇനി വരുന്നത് സർഹപ്പയായിരുന്നു. സർഹപ്പ അഥവാ സർഹാപാദ്, അല്ലെ, ആദ്യത്തെ കവി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്ന സർഹാപാദ് കെ പ്രമുഖ് ശിഷ്യയും ശബ്രപ്പ സബ്സെ പ്രമുഖ്. സർഹപ്പയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശിഷ്യൻ ശബ്രപ്പയാണ്. ജോ 8വീം ശതാബ്ദി കെ ഏക് പ്രസിദ്ധ സിദ്ധ കവി थे. 8th സെഞ്ചുറിയിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള സിദ്ധ കവിയാണ്. ശബ്രപ്പ ने സർഹപ്പ से ज्ञान प्राप्त किया. ശബ്രപ്പ സർഹപ്പയിൽ നിന്ന് നോളജ് അക്വയർ ചെയ്യുന്നു. इसके अलावा लुई पा को भी सरहपा का प्रमुख शिष्य माना जाता है. ലൂയി പേയും സർഹപ്പയുടെ ഒരു പ്രമുഖ ശിഷ്യരാണ്. അപ്പം സർഹപ്പയ്ക്ക് 2 ശിഷ്യന്മാരാണ് വരുന്നത്, ഒന്ന് ലൂയിപ്പ, ഒന്ന് ശബ്രപ്പ. അപ്പൊ ഈ ഗുരുശിഷ്യ ബന്ധങ്ങളൊക്കെ നോക്കി വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് രാമാനന്ദാണ്. രാമാനന്ദ് നമുക്കറിയാം കബീർദാസിന്റെ ഗുരു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫേമസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ളത്. സന്ത് രാംദാസിന് 12 അല്ലെ 12 മുഖ്യ ശിഷ്യതേ. ഇവർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുറച്ച് ആൾക്കാരെയൊക്കെ തന്നിട്ട് ഇതിൽ ആരാണ് രാമാനന്ദന്റെ ശിഷ്യ അല്ലാത്തത്, അല്ലെങ്കിൽ ആരാണ്, ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. संत रामदास के 12 मुख्य शिष्य थे जिन्हें द्वादश महाभागवत के रूप में जाना जाता है, जिनमें कबीरदास, रैनदास, रविदास, पीपा, घन्ना और सेन मुख्य है. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കബീർദാസ്, രൈൻദാസ്, പീപ്പ, ഖന്ന ഇവരൊക്കെ. इन शिष्यों ने जाति पाति के भेदभाव से ऊपर उठाकर भक्ति का प्रसार किया. അപ്പം ഈ ശിഷ്യന്മാര് ജാതിപാതിയുടെ ഭേദഭാവിൽ നിന്ന് അല്ലെ മുകളിലേക്ക് വന്ന് ഭക്തി, അവർക്ക് ആ ഒരു, നമുക്കറിയാം സന്തകവികളുടെ ഇമ്പോർട്ടൻസ് തന്നെ നമുക്കറിയാം. മൂർത്തി പൂജയ്ക്ക് വിരുദ്ധ, അല്ലെ, അതിന് വിരുദ്ധമായിട്ട് എന്താ പറയാ, എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഗുരുഭക്തിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള വ്യക്തികളായിരുന്നു. സോ ഈ ശിഷ്യന്മാരെയൊക്കെ ഒന്ന് നോക്കി വെക്കുക. പ്രമുഖ ശിഷ്യോയും പുരുഷ് ഓർ സ്ത്രീ ദോനും ഷാമിൽ, അല്ലെ, പുരുഷനും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ പേരാണ് ഇവിടെ കൊടുത്തുള്ളത്, കബീർദാസ്, രൈൻദാസ്, പിപ്പ, ഖന്ന, സേൻ ഒക്കെ കേട്ടോ. സോ അതൊന്നും നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. സോ അടുത്തൊരു ചോദ്യം, രാംചരിത് മാനസ് കി മലയാളം അനുവാദ് കെ നാം ക്യാ ഹെ. അപ്പം നമ്മുടെ സിലബസിലുള്ള മറ്റൊരു പോർഷനാണ് നമ്മുടെ കേരള ഹിന്ദി സാഹിത്യം, അല്ലെ. അതിൽ നമ്മൾ ഈ ട്രാൻസ്ലേഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ രാംചരിത് മാനസിന്റെ മലയാളം അനുവാദക്ക് നാം ക്യാ ഹെ, ആരാണ് അനുവാദക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സി ജി രാജ് ഗോപാൽ, ഡോക്ടർ ഗോവിന്ദ് നേമാർ,
മാധവൻ പിള്ളയുടെ ഉപന്യാസമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡോക്ടർ ജി ഗോപിനാഥിന്റെ എല്ലാം ഇവരുടെയൊക്കെ രചനകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. അപ്പം രാമചരിതമാനസിനെ ആരാണ് അനുവാദം ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, CG രാജ്ഗോപാൽ. CG രാജ്ഗോപാൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നോക്കാം, रामचरितमानस का मलयालम अनुवाद CG राजगोपालन द्वारा किया गया, से तुलसीदास रामायण के रूप में माना जाता है. പേര് നോക്കി വെക്കണം കേട്ടോ. इसके अलावा पेटालियन रामन पिल्ले आशान ने 1928 में तुलसीदास रामायण बालकांड के नाम से पहला मलयालम अनुवाद प्रकाशित किया. ഓക്കെ, അപ്പം രാമൻ പിള്ളை ആശാൻ എന്ത് ചെയ്തിട്ടുണ്ട്? രാമചരിതമാനസിനെ തുളസീദാസ് രാമായണനെ ബാലഖണ്ഡം എന്ന പേരിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ട്രാൻസ്ലേഷൻ കേട്ടോ. അപ്പം അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പേരുകൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ തന്നെ ഈ പേരിൽ ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തത് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പൊ 2 ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് CG രാജ്ഗോപാലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. 53ാമത്തെ ചോദ്യം, सूरदास प्रेमचंद के किस उपन्यास का पात्र है? रिपीटेड क्वेश्चन, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം പ്രേംചന്ദ് കുറേ അധികം ഉപന്യാസം എഴുതിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും വർഷം, അതിന്റെ ഓർഡർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ ചോദിച്ചത് സൂർദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ പ്രേംചന്ദിന്റെ ഏത് ഉപന്യാസത്തിലുള്ളതാണെന്നാണ്. ഓപ്ഷൻ എ കർമ്മഭൂമി, ബി ഗോധാൻ, സി രംഗഭൂമി, ഭൂമല്ല ഭൂമി, രംഗഭൂമി, 4ാമത്തത് പ്രേമാശ്രമാണ്. ഇതിലേതാണ് സൂർദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി രംഗഭൂമി. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചോദ്യം നോക്കി വെക്കണേ. നോക്കാം, सूरदास मुंशी प्रेमचंद के प्रसिद्ध उपन्यास रंगभूमि 1924 1924 का मुख्य पात्र नायक है. वह एक अंधा भिखारी है. वेरी इंपॉर्टेंट. അദ്ദേഹം ഒരു അന്ധ, കണ്ണ് കാണാത്ത ഭിഖാരിയാണ്. जो औद्योगिकरण, पूंजीवादी शोषण और अन्याय के खिलाफ आत्मबल व शांतिपूर्ण संघर्ष का प्रतीक है. ചോദിക്കാറുണ്ട് രംഗഭൂമിയിലെ മെയിൻ കണ്ടന്റ് എന്താണ്? ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഔദ്യോഗികരൺ, പൂഞ്ചിവാദി ശോഷണ, അന്യായം, ഇതിനൊക്കെ എതിരായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സംഘർഷം ചെയ്ത ഒരു പ്രതീകമായിട്ടാണ് നമ്മുടെ സൂർദാസ് വരുന്നത്. यह उपन्यास भारतीय ग्रामीण जीवन और गांधीवाद विचारधारा को रेखांकित करता है. മെയിൻ കണ്ടന്റ് ഇതാണ്, ഭാരതീയ ഗ്രാമീൺ ജീവൻ, ഒപ്പം തന്നെ ഗാന്ധിവാദി വിചാരധാര. ഇത് രണ്ടും രംഗഭൂമി എന്ന് പറയുന്ന പ്രേംചന്ദിന്റെ ഉപന്യാസിലെ മെയിൻ കണ്ടന്റുകളാണ് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണേ. വർഷവും ഇമ്പോർട്ടന്റ് ആണ്, 1924. സോ ഇനി നോക്കാം, രംഗഭൂമിക്ക് പാത്ര സൂർദാസ് കെ ബാരമി പ്രമുഖ ബാത്യ. നമ്മൾ സൂർദാസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഭൂമിക सूरदास रंगभूमि का केंद्रीय चरित्र और नैतिक नायक है. വ്യക്തിത്വം നോക്കുകയാണെങ്കിൽ वही एक दृढ़ निश्चयी, सत्यवादी और स्वाभिमानी अंधा व्यक्ति है. स्वाभिमानिയായിട്ടുള്ള अंधा വ്യക്തിയാണ്. संघर्ष, वह अपनी जीवन को कारखाने के लिए देने का इनकार कर देता है और शोषण के विरुद्ध लड़ता है. അല്ലെ, അദ്ദേഹം शोषण विरुद्धाയിട്ട് ഫൈറ്റ് ചെയ്യാൻ. प्रेरणा, प्रेमचंद के इस पात्र के सृजन की प्रेरणा गांव के एक अंधे भिखारी से मिले है. പ്രേംചന്ദിന് ഈ ഒരു ക്യാരക്ടറിന്റെ ക്രിയേഷൻ, അതിനുള്ള ഇൻഫ്ലുവൻസ് കിട്ടിയത് അവരുടെ നാട്ടിൽ, അല്ലെ, ഗാവിലുള്ള ഒരു അന്ധയായിട്ടുള്ള ഭിഖാരിയിൽ നിന്നാണ്. സോ അത്രയും പോയിന്റ്സ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കാം. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിൽ വരാത്തത് ഏതാണെന്നൊക്കെ രീതിയിലൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നമ്മളോട് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ്. 54ാമത്തെ ചോദ്യം നോക്കാം. രശ്മി രഥി കിസ് ചരിത്ര പർ ആധാരിത് കാവ്യ ഹെ. രശ്മി രഥ കിസ്കെ ചരിത്ര പർ, ആരുടെ ചരിത്രമായി, ആരുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള കാവ്യമാണ്. ഓപ്ഷൻ എ പറയുന്നത് കർണൻ, പിന്നീട് കൃഷ്ണ, ഇന്ദ്ര, സൂര്യ. കർണനാണോ, കൃഷ്ണനാണോ, ഇന്ദ്രദേവനാണോ, സൂര്യ ഭഗവാനാണോ? ഇതിൽ ആരുടെ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാവ്യമാണ് രശ്മി രഥ്. ഇത് ആരുടെയാണ്? സമയത്ത് ഓർത്ത് നോക്കൂ, വർഷം ഓർത്ത് നോക്കൂ. ഫൈൻ. ഓപ്ഷൻ വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കർണയ്ക്ക് ജീവൻ പർ ആധാരിത്. രചനയാണ് രശ്മി രഥി. നോക്കാം, രശ്മി രഥി നമ്മുടെ ദിനകറിന്റെ, അല്ലെ, महाकवि रामधारी सिंह दिनकर द्वारा रचित एक प्रसिद्ध हिंदी खंड काव्य है जो महाभारत के पात्र कर्ण के जीवन पर आधारित और चरित्र पर आधारित है. അദ്ദേഹത്തിന്റെ
കർണന്റെ ലൈഫുമായി ആധാരിതാക്കിയിട്ട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ് രശ്മിരഥി. നോക്കി വെക്കണേ, ഖണ്ഡകാവ്യം. यह काव्य कर्ण के त्याग, वीरता, दान वीरता और सामाजिक उपेक्षा के बावजूद उनके उच्च मानवीय मूल्यों को दर्शाता है. അപ്പം കർണന്റെ ത്യാഗം, വീരത അല്ലെ, ദാൻ വീരത, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമാജിക ഉപേക്ഷ, ഇതുമായൊക്കെ അതിനുപരി ഉച്ച മാനവീയ മൂല്യം, അദ്ദേഹത്തിന്റെ ഹയർ മാനവീയ മൂല്യം को भी दर्शाता है എന്നുള്ളതാണ് കേട്ടോ. സോ ദിനകരന്റെ ഈ ഒരു രചന ഖണ്ഡകാവ്യമാണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ പോയിന്റ്സ് നോക്കാം. मूलपात्र कर्णाണ്, कुंती का पुत्राണ് कर्ण. नायक कर्ण को एक उपेक्षित लेकिन महामानव के रूप में चित्रित किया गया है. विषय വരുന്നത് कर्ण का संघर्ष, मित्रता, कवच कुंडल का दान और महाभारत के युद्ध में उनकी भूमिका. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. കർണൻ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ, അത് അദ്ദേഹത്തിന്റെ മിത്രം, അദ്ദേഹം കവചകുണ്ടലം ദാനം ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ്, മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ റോള്, അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിലെ വിഷയമായിട്ട് വരുന്നത്. ലേഖക് രാംധാരി സിംഗ് ദിനഹറാണ്. പ്രകാശൻ വർഷം 1952, 1952 അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, വർഷം. ഫൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എഗെയിൻ പ്രേംചന്ദ് തന്നെയാണ് അല്ലെ. പ്രേംചന്ദ് നമ്മൾ പറഞ്ഞു, പ്രേംചന്ദിന്റെ ഉപന്യാസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 1-2 ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. प्रेमचंद के इन उपन्यासों को रचना काल की ആരോഹി ക്രമമേം लिखी. ആരോഹി അവരോഹി അല്ലെ, ആരോഹി എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ചെറുതിൽ നിന്ന് മുകളിലേക്ക്. ആദ്യത്തെ ഓപ്ഷനില്, ആദ്യത്തെ ഇതില് നിർമ്മല, ഗബൻ, കർമ്മഭൂമി, കായാകൽപ. നിർമ്മല, കായാകൽപ്, ഗബൻ, കർമ്മഭൂമി. സി വരുന്നത് കർമ്മഭൂമി, നിർമ്മല, ഗബൻ, കായാകൽപ. ഓപ്ഷൻ ഡിയിൽ വരുന്നത് ഗബൻ, നിർമ്മല, കർമ്മഭൂമി, കായാകൽപ. 4 രചനകളാണ്, 4 ഉപന്യാസങ്ങളാണ് ഓർഡർ ആക്കാനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ പ്രേംചന്ദിന്റെ രചനകളും അതിലെ മെയിൻ കോൺസെപ്റ്റും പഠിക്കുമ്പോൾ, അതിന്റെ വർഷങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോഡ് വെച്ച് വർഷങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റും ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നിർമ്മല, കായാകൽപ്, ഗബൻ, കർമ്മഭൂമി. ഈ പലർക്കും ഈ കായാകൽപ്പും നിർമ്മലയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ കായാകൽപ്പായിരിക്കണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കായാകൽപ്പ് നിർമ്മലയുടെ മുൻപിൽ വരേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. നോക്കാം. प्रेमचंद के इन उपन्यासों का प्रकाशन वर्ष इस प्रकार है जो रचना काल के आरोही क्रम से स्पष्ट करते. നമ്മൾ പറഞ്ഞില്ലേ കായാകൽപ്പാണ് ഫ്രണ്ടിൽ വരേണ്ടത്, പക്ഷെ അതിനുശേഷം ഗബൻ, കർമ്മഭൂമി തന്നെ വരണം. ഗബൻ കഴിഞ്ഞ് കർമ്മഭൂമി വരുന്ന ഒരു ഓപ്ഷനെ നമുക്ക് ഉള്ളൂ. കായാകൽപ്പ് 1926 ആണ്, നിർമ്മല 1927 ആണ്, ധാരാവാഹിക് പ്രകാശൻ 1925 മുതൽ 26 വരെ, പുസ്തകീയ രൂപയും 1927 में ആയി. ഒരു പുസ്തകമായിട്ട് 1927 ധാരാവാഹികമായിട്ട് 1925 മുതൽ 26 ആ ഒരു വർഷത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നീട് ഗബൻ 1931 വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാറുണ്ട് ഗബന്റെ വർഷം. കർമ്മഭൂമിയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കർമ്മഭൂമി 1932. അപ്പം ഇതാണ് ഓർഡർ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സ്, ഇതിലെ കണ്ടന്റുകളൊക്കെ നോക്കി വെക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക്. 56ാമത്തെ ചോദ്യം, കബീറ ഘടാ ബാസാർ മേം നാടക് കി രചയിത കാ നാം ബതായി. ഓക്കെ, ഇതൊരു നാട്ടകിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ആൻഡ് ഈ ചോദ്യം നമ്മൾ കബീറിന്റെ ഭക്തികാലിലെ കബീറിനെ പറ്റി പഠിക്കുന്ന സമയത്ത്, കബീറുമായി ബന്ധപ്പെട്ട രചനകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കബീറ ഘടാ ബാസാർ. ഓപ്ഷൻ എ ശങ്കർ ശേഷ്, ഗിരിരാജ് കിഷോർ, ഭീഷ്മ സാഹിനി, ലക്ഷ്മി നാരായൺ മിശ്ര. ഇതിലാരാണ് കബീറ ഘടാ ബാസാർ മേ എന്ന് പറഞ്ഞ നാടകം എഴുതിയിട്ടുള്ളത്? വെരി ഇമ്പോർട്ടൻറ്റ് നാടക്, കബീറിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട്, കബീറിന്റെ ലൈഫിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളൊരു നാടകമാണ്. ആൻസർ വരുന്നത് ഭീഷ്മ സാഹിനി. കാണാതെ പഠിച്ചു വെച്ചോളൂ, ഭീഷ്മ സാഹിനി ചോദിക്കാറുള്ളതാണ് ഈ നാടകത്തിന്റെ പേര്. കബീറ ഘടാ ബാസാർ മേ നാടക് കി രചയിത ഭീഷ്മ സാഹിനി ഹെ. ये प्रसिद्ध नाटक 14वीं शताब्दी के संत कबीरदास के जीवन के और उनके सामाजिक दर्शन पर आधारित है. നമ്മൾ പറഞ്ഞു അല്ലെ, 14ാം സെഞ്ചുറിയിലുള്ള കബീർദാസിന്റെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധാരിതമായിട്ടുള്ള രചനയാണ്. 1981 में प्रकाशित हुआ, 1981 പ്രകാശിതമായതാണ് കേട്ടോ. അതുകൂടി നോട്ട് ചെയ്ത് വെക്കണേ. സോ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 47ാമത്തെ ചോദ്യം, ഹിന്ദി നയി ചാൽ മേം ചലി. ഇതൊരു കോട്ടിങ്ങിൽ ഇടേണ്ട കാര്യമാണ്. ഹിന്ദി നയി
चाल में चली ये उक्ति ये किसकी ഉക്തി ഹെ. ഇത് ആരുടെ കഥനാണ്, ഉക്തിയാണ് ഈ പറഞ്ഞത്. ഹിന്ദി നയി ചാൽ മേം ചലി എന്ന് പറഞ്ഞത് ആരുടെ ഉക്തിയാണ്? ഓപ്ഷൻ എ പ്രേംഖൻ, ഓപ്ഷൻ ബി നഗേന്ദ്ര, ഓപ്ഷൻ സി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, ഓപ്ഷൻ ഡി ആചാര്യ രാമചന്ദ്ര ശുക്ല. ഇതാരാണ് ഹിന്ദി നയി ചാൽ മേം ചലി എന്ന് പറഞ്ഞത്? ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഉക്തിയാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ് കേട്ടോ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര നമുക്കറിയാം ആധുനിക കാലിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ആധുനിക കാൽക്കാ ജനക് അല്ലെ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. അദ്ദേഹമാണ് ഈ ഒരു കഥ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഭാരതേന്ദു ഹരിശ്ചന്ദ്രനെ अपनी पुस्तक कालचक्र, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കാലചക്ര, 1873 में प्रसिद्ध पंक्ति लिखी है हिंदी नई चाल में ढली सन 1973. इस उक्ति के माध्यम से उन्होंने आधुनिक गद्य के स्वरूप में आए महत्वपूर्ण बदलाव और उसके परिमार्जित रूप की शुरुआत की और संकेत किया. അപ്പം ആധുനിക് ഹിന്ദി ഗദ്യത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബദലാവ്, അവിടെ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിന്റെ ശുരുവാത്തിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉക്തികളാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ കാലചക്ര എന്ന് പറയുന്ന 1873 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു രചനയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കാം. ഹിന്ദി നവജാഗരൺ കാ അഗ്രദൂത് അല്ലെങ്കിൽ ആധുനികത കാ പിത എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ്. അദ്ദേഹത്തിന്റെ രചനകള്, നാടകങ്ങള് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, 58ാമത്തെ ചോദ്യം അഗെയിൻ നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ നിന്നാണ്. ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ചോദ്യം എങ്ങനെയാണ്? ദണ്ഡി കിസ് സമ്പ്രദായക്ക് പ്രവർത്തക് ഹെ. ദണ്ഡി ഏത് സമ്പ്രദായത്തിന്റെ പ്രവർത്തകമാണ്? അപ്പൊ ഏതിലാണ് ദണ്ഡി വരുന്നത്? അലങ്കാർ, രീതി, വക്രോക്തി, ധ്വനി, സിദ്ധാന്ത്. അലങ്കാർ, സമ്പ്രദായ, ഭാമഹ അല്ലെ രീതി, വക്രോക്തി, ധ്വനി, ഇതിൽ ഏതിലാണ് നമ്മുടെ ദണ്ഡി മെയിൻ ആയിട്ട് അതിന്റെ പ്രവർത്തകമാണെന്നാണ് ചോദ്യം. അദ്ദേഹം അലങ്കാർ സമ്പ്രദായം കേട്ടോ. അലങ്കാർ സമ്പ്രദായക്ക് പ്രവർത്തക എന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുന്നത് ഭാമഹാണ്. പക്ഷെ അലങ്കാർ സിദ്ധാന്തിന്റെ ആദ്യത്തെ ഡെഫിനിഷൻ കൊടുത്തത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ് ദണ്ഡി കേട്ടോ. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി രീതി സിദ്ധാന്തം നമുക്കറിയാം, ആരാണ്? ആചാര്യ ഭരതമുനി, വക്രോക്തി കുന്ദ, ധ്വനി സിദ്ധാന്ത് ആനന്ദവർദ്ധൻ. ഇവരുടെയൊക്കെ രചനകളും കൂടി നമ്മൾ ഇതിനൊപ്പം നോട്ട് ചെയ്ത് പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ദണ്ഡിയുമായി ബന്ധപ്പെട്ട 1-2 കഥ നമുക്ക് നോക്കാം. ദണ്ഡി अलंकार संप्रदाय व्यापक अर्थ में से संबंध आचार्य थे जिन्होंने काव्यादर्श അദ്ദേഹത്തിന്റെ രചനയാണ് काव्यादर्श में अलंकारों को काव्य की आत्मा के रूप में महिमा मंडित किया, അതായത് प्रस्तुत किया है എന്നർത്ഥം. काव्य की आत्मा अलंकाराണെന്നാണ് അദ്ദേഹം പറയുന്നത്. हालांकि कुछ संकीर्ण परिभाषाओं में उन्हें रीति या अलंकारवादी कहा जाता है, लेकिन मुख्य रूप से നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ദണ്ഡി ഒരു അലങ്കാർ പരമ്പരയിലെ പ്രമുഖ സ്തംഭം में माने जाते हैं. वे अलंकार संप्रदाय के प्रमुख स्तंभ में माने जाते हैं. എന്നാലും രീതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ദോ നമ്മൾ പറയുമ്പോൾ ദണ്ഡി ഈസ अलंकार संप्रदाय से जुड़े हुए हैं. उनकी രചനയാണ് കാവ്യാദർശ് കേട്ടോ. 59ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കാമായനി में किस दर्शन की अभिव्यक्ति हुई है? കാമായനി പ്രസാദിന്റെ അല്ലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ് കാമായനി. അതിൽ എന്ത് ദർശനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബൗദ്ധ്യ ദർശൻ, അദ്വൈത ദർശൻ, വിശിഷ്ടാദ്വൈതവാദ, പ്രത്യഭിജ്ഞാ ദർശൻ. പ്രസാദ് കാമായനി ഏത് ദർശനാണ്? റിക്കോൾ ചെയ്തെടുക്കൂ, കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്രത്യഭിജ്ഞാ ദർശനാണ് നമ്മുടെ കാമായനിയിൽ അഭിവ്യക്താക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി പ്രത്യഭിജ്ഞാ ദർശൻ. നോക്കൂ, കാമായനിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാമായനിക്ക് 15 സർഗകൾ ഉണ്ട്. അതിൽ ഓരോ സർഗകൾ, അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്തിനെ സിംബോളിഫൈ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ നോക്കൂ, ജയശങ്കർ പ്രസാദ് കൃത കാമായനി महाकाव्य कामायनी का आधारभूत दर्शन प्रत्यभिज्ञा दर्शन है. कश्मीरी शैव दर्शन, നമുക്കറിയാം പ്രസാദ് ശൈവ ദർശനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. മൂല സിദ്ധാന്ത്, यह दर्शन शैव मत के आनंदवाद पर आधारित है. ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. आनंदवाद पर आधारित ആണ്. जहां इच्छा, ज्ञान और क्रिया के सामंजस्य के परम आनंद को आनंद की प्राप्ति बताई गई है. കഥ का प्रभाव ആണെങ്കിൽ
कामायनी में मनु, श्रद्धा और ईढ़ा के माध्यम से इसी दार्शनिक यात्रा को दर्शाया गया है, जिसमें जीव अदायद मनु जीवाना अपने वास्तविक शिव स्वरूप स्थिति का अभिज्ञान पहचान करता है. അപ്പം ജീവായിട്ടുള്ള മനു ജീവ് का പ്രതീകാണ്. അപ്പം അത് മനു എന്ത് ചെയ്യാണ്, തന്റെ വാസ്തവിക് ശിവസ്വരൂപ് അതാണ് അഭിജ്ഞാൻ, അതിനെ പറ്റിയുള്ള അഭിജ്ഞാനം ഉണ്ടാവുകയാണ്, പഹചാൻ ഉണ്ടാവുകയാണ്. ആൻഡ് സമരസത നോക്കുകയാണെങ്കിൽ प्रसाद जी ने इस कृति में समरसता और आनंदवाद की प्रतिष्ठा की है, जो प्रत्यभिज्ञा दर्शन का मुख्य अंग है. प्रत्यभिज्ञा दर्शന്റെ മുഖ്യ അംഗമാണ് സമരസത, ആനന്ദവാദി. രണ്ട് കാര്യങ്ങൾ കേട്ടോ നോട്ട് ചെയ്യണേ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാമായനിയുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫൈൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് വ്യക്തി ചന്ദ്രധർ ശർമ്മ ഗുലേരി. കഹാനി പഠിക്കുന്ന സമയത്ത് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ചന്ദ്രധർ ശർമ്മ ഗുലേരി. പിന്നെ കിത്തിനി കഹാനിയാം ലിഖി ഹെ, അദ്ദേഹം എത്ര കഥകൾ എഴുതിയിട്ടുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, 2, 3, 4, 5, വളരെ കുറച്ചേ ഉള്ളൂ, എന്നാൽ പോലും അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഉത്തരം വരുന്നത് 3 ആണ് കേട്ടോ. 3 കഥകളാണ് അദ്ദേഹം മെയിൻലി എഴുതിയിട്ടുള്ളത്. നോക്കാം. चंद्रधर शर्मा गुलेरी ने हिंदी साहित्य में केवल 3 कहानियां लिखी है. वेरी इंपॉर्टेंट कहानीज ആണ്. उसने कहा था, നമ്മുടെ ഭാരതീയ വിഭാജൻ पर ആധാരിത ആയിട്ടുള്ള ഒരു കഹാനിയാണ്. 1915. ഇതിലെ മെയിൻ കണ്ടന്റ്, ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് തിരിച്ചും മറിച്ചും ചോദ്യം ചോദിക്കുന്ന ഒരു കഹാനിയാണ് കേട്ടോ. उसने कहा था. बुद्धू का कांटा 1914 और सुखमय जीवन 1911. 1915 उसने कहा था. बुद्धू का कांटा 14, സുഖമയ ജീവൻ 1911. മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥയാണ്. യുസ്നെ കഹാതൊക്കെയാണ് കിട്ടിയ വായിക്കാൻ കേട്ടോ. അത്രയും നല്ലൊരു കഹാനിയാണ്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും നോക്കി. എല്ലാ എക്സ്പ്ലനേഷൻസിനും ഓപ്ഷൻസിനെ വെച്ച് തന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ പഠിക്കുക. കീപ് ഡൂയിങ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. താങ്ക് യു.